നമസ്കാരം. ഈ ഗവൺമെന്റ് ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ചതച്ചത് ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടതേയില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആണ് എന്നാണ് പൊതുവിൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല, അതിൻ്റെ പിന്നിൽ മറ്റേ വലിയൊരു സന്ദേശമുണ്ട്. അതായത് അത്തരം കാര്യങ്ങൾ പോലീസ് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, കാരണം അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഈ ഗൺമാൻ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് മുഖ്യമന്ത്രിക്കും വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തിയ പോലീസുകാരന് എതിരെ നടപടിയെടുക്കാം, DGPക്ക് നടപടിയെടുക്കാം. കൃത്യമായും അദ്ദേഹം പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാം. പക്ഷേ ഒരു നടപടിയും ആരും എടുത്തു പോകരുത് എന്ന സന്ദേശമാണ് അദ്ദേഹം ഞാൻ കണ്ടില്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ അദ്ദേഹം കണ്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോയതിന് ശേഷമാണ് അവിടെ ഈ സംഭവം നടന്നത്. ശരി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു തത്വപരമായിട്ട് നമുക്ക് പറയാം, മുഖ്യമന്ത്രി പറയുന്നത് കാര്യമുണ്ട്. കാരണം ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടില്ല, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബസ് വളരെ വേഗത്തിൽ കടന്നുപോയി. ബസ്സിൻ്റെ പിറകെ വന്ന ഈ സ്റ്റേറ്റ് കാറിലാണ്, മുഖ്യമന്ത്രിയുടെ കാറിലാണ് ഗൺമാൻ ഇരുന്നത്. ആ കാറ് നിർത്തി ഗൺമാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ വച്ചിരുന്ന അല്ലെങ്കിൽ കാറിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ദണ്ട് എടുത്തുകൊണ്ടുവന്നാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലയ്ക്കടിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെ അടി കിട്ടിയിട്ടും ഇദ്ദേഹം അടങ്ങിയില്ല. അദ്ദേഹം ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തി അടിച്ച് യൂത്ത് കോൺഗ്രസിനെ തല പൊട്ടിച്ചത്. അപ്പോൾ ഇത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയി, അതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങൾ പിറ്റേ ദിവസവും നിരന്തരം ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ മുഖ്യമന്ത്രി ഈ ഗൺമാൻ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി തല പൊട്ടിക്കുന്നത് ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് ധരിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി ഇന്നും വാർത്താ സമ്മേളനങ്ങളിൽ വന്നെന്ന് പറഞ്ഞത് ഞാൻ കണ്ടില്ല എന്നാണ്. അപ്പോൾ ഈ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഗൺമാനെതിരെ ഒരു തരത്തിലും പോലീസ് മേധാവികൾ നടപടിയെടുത്തു പോകരുത് എന്ന സന്ദേശമാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസർമാർക്ക്, അത് DGP ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാർക്ക് പിന്നെ അതിൽ മറ്റൊരു നടപടി എടുക്കാൻ കഴിയില്ല. അതാണ് ഈ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകളിൽ ഒളിഞ്ഞു കിടക്കുന്ന സന്ദേശം. അത് ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന ആ ഒരു കുപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിലും കിടക്കുന്നത് ഒരു വല്ലാത്ത സന്ദേശം തന്നെയാണ്. DYFIക്കാർ ഇനി തുടർന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, തുടർന്ന് അങ്ങോട്ട് പോലീസ് മാത്രമല്ല എൻ്റെ പിള്ളേരും എൻ്റെ കൂടൊപ്പമുണ്ട്, അതുകൊണ്ട് നീയൊക്കെ സൂക്ഷിച്ചോ, നിനക്കൊക്കെ പൊതിരെ തല്ല് കിട്ടിക്കൊള്ളും, ആരും അവരെ തടയാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് മാതൃകാപരമായ ഒരു നടപടിയാണ്, അത് തുടരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കിടന്ന സന്ദേശവും അത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പൊതിരെ തല്ലി കിട്ടും എന്നുള്ള ഒരു വാണിങ്ങും DYFIക്കാർ കുറച്ചും കൂടെ സജീവമായിട്ട് ഈ രംഗത്ത് ഇറങ്ങണം എന്നുള്ള ആഹ്വാനവുമാണ് ആ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ഒറ്റ വാക്കിൽ, ഈ നാളെ കുപ്രസിദ്ധമാകാൻ പോകുന്ന ഈ വാക്കിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പല തവണ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ കോൺട്രവേഴ്സ്യലായ ചില അന്വേഷണങ്ങൾ പോലീസ് ഏറ്റെടുക്കുമ്പോൾ, ചില കൊലപാതകങ്ങളോ പിടിച്ചുപറിയോ അങ്ങനെയുള്ള ഏതെങ്കിലും വളരെ ഗുരുതരമായി മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്ത, കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്ത ചില അന്വേഷണങ്ങൾ പോലീസ് ഏറ്റെടുക്കുമ്പോൾ ആ പോലീസിനെ നിർവീര്യമാക്കാനും പോലീസിന്റെ തീരുമാനത്തെ മുൻകൂട്ടി തീരുമാനമെടുപ്പിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം പറയാറുണ്ട്. അതിൽ അങ്ങനെ കഴമ്പൊന്നുമില്ല, നിങ്ങൾ പറയും പോലെ അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിച്ച കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി അതിനകത്തൊരു കഴമ്പുമില്ല, അതിനകത്തൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിന് കണ്ടെത്തി കേസെടുക്കാൻ പോലീസിന് കഴിയില്ല. അതാണ് പോലീസിന് നൽകുന്ന സന്ദേശം. ഇങ്ങനെ നിരവധി സന്ദേശങ്ങളാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കട്ടെ. നാളെ ഈ സന്ദേശങ്ങളെല്ലാം അദ്ദേഹത്തിന് എത്തരത്തിലായിരിക്കും പോകാൻ പോകുന്നത് എന്നത് കാലം തെളിയിക്കേണ്ടതാണ്.